ലീഗൽ ഫ്രെയിംവർക്ക് ഗവേണിംഗ് കമ്പനി സെക്രട്ടറീസ്. കമ്പനി സെക്രട്ടറീസിനെ ഗവേൺ ചെയ്യുന്ന നിയമങ്ങളും അതിനെ കുറിച്ചിട്ടുള്ളതുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, അതായത് കംപ്ലയൻസ് ഫ്രെയിംവർക്ക് നമ്മൾ നോക്കി. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താ നോക്കിയേ? ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ്സിനെ പറ്റി നോക്കി. മൂന്നാമത് പ്രീ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ നോക്കി. ഇനി കമ്പനി സെക്രട്ടറിനെ ഗവേൺ ചെയ്യുന്ന നിയമങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഓക്കെ, അപ്പോ കമ്പനി സെക്രട്ടറീസിന്റെ ബോർഡൊക്കെ വരുന്നതിന് മുമ്പ് കമ്പനി സെക്രട്ടറീസിന്റെ എക്സാമിന്റെ പേരെന്തായിരുന്നു? ഗവൺമെന്റ് ഡിപ്ലോമ ഇൻ കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നായിരുന്നു. അത് ആരാ നടത്തിയിരുന്നത്? കമ്പനി അഫയേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനി അഫയേഴ്സ് ആയിരുന്നു അത് കണ്ടക്ട് ചെയ്തിരുന്നത്. ഓക്കെ, നൗ എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി സെറ്റപ്പ് ചെയ്യപ്പെട്ടത്? 1968 സെറ്റപ്പ് ചെയ്യപ്പെട്ടത് ആസ് എ നോൺ പ്രോഫിറ്റ് കമ്പനി. ഒരു നോൺ പ്രോഫിറ്റ് കമ്പനി ആയിട്ട് 1968 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഫോം ചെയ്യപ്പെടുന്നത്. പക്ഷേ 1980 പാർലമെന്റിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് കമ്പനി സെക്രട്ടറീസ് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ICSI ആക്ട് 1980 എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്പനി സെക്രട്ടറീസിനെ നിലവിൽ നമ്മൾ ഒരു കീ മാനേജീരിയൽ പേഴ്സൺ ആയിട്ടാണ് കമ്പനീസ് ആക്ട് 2013 കാണുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? കമ്പനി അഫയേഴ്സ് നടത്തുന്ന ഒരു എക്സാം ആയിരുന്നു ഗവൺമെന്റ് ഡിപ്ലോമ ഇൻ കമ്പനി സെക്രട്ടറിഷിപ്പ് എന്ന് പറയുന്നത്. 1968 അതൊരു നോൺ പ്രോഫിറ്റ് കമ്പനി ആയിട്ട് ഫോം ചെയ്യപ്പെടുന്നു. 1980 അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി. അതേപോലെ തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി സെക്രട്ടറീസിനെ ഒരു കീ മാനേജീരിയൽ പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് കമ്പനി സെക്രട്ടറീസിന്റെ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ്? അതിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. സോ ജനറൽ ഡ്യൂട്ടീസ് എന്താണ്, അല്ലെങ്കിൽ ജനറൽ ഫങ്ഷൻസ് എന്താണ്? ഹി ഈസ് എ ലീഗൽ എക്സ്പെർട്ട്. ഓക്കെ, possess expertise in corporate security and capital market. എന്താണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ആദ്യത്തെ ഡ്യൂട്ടി എന്താ, അല്ലെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ എന്താ? ഹി ഈസ് എ എക്സ്പെർട്ട് ഇൻ കോർപ്പറേറ്റ് സെക്യൂരിറ്റി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ലോസ്. ഓക്കെ, അതേപോലെ തന്നെ ഹി ഈസ് എ ചീഫ് അഡ്വൈസർ ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒന്നെന്താണ്? ഹി ഈസ് എൻ എക്സ്പെർട്ട് ഇൻ കോർപ്പറേറ്റ് അഫയേഴ്സ്, സെക്യൂരിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ലോസ്. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ അവരുടെ ഡ്യൂട്ടി എന്താണ്? അവരാണ് അഡ്വൈസ് കൊടുക്കുന്നത്. ആർക്ക്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അഡ്വൈസസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് എക്സ്റ്റെൻഡഡ് എക്സ്പെർട്ടൈസ് ഉണ്ട്. എന്തിലൊക്കെയാണ്? CSRലും BRSRലും ESGയിലും ഒക്കെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉള്ളവരാണ് കമ്പനി സെക്രട്ടറീസ്. അപ്പൊ 3 റോളുകൾ എന്താ? 3 ഡ്യൂട്ടീസ്, ജനറൽ ഡ്യൂട്ടീസ് എന്താണ്? ഒന്ന്, they are expertise in corporate affairs, they are expertise in security laws, capital market laws. 2, അവരാണ് അഡ്വൈസ് കൊടുക്കുന്നത്. ആർക്ക്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. അതേപോലെ they are expertised in CSRും BRSRും അതേപോലെ തന്നെ ESGകളിലൊക്കെ എക്സ്പേർട്ട് ഉള്ളവരാണ്. ദെൻ സെക്ഷൻ 205, അതായത് നമ്മളിത് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡുകളിലേക്ക് എത്തി. സെക്ഷൻ 205 പ്രകാരം എന്താണ് പറയുന്നത്? കമ്പനി സെക്രട്ടറിയുടെ ജോലി എന്താണ്? ബോർഡിന് റിപ്പോർട്ട് ചെയ്യണം. എന്തിന്? കംപ്ലയൻസ് വിത്ത് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 കംപ്ലൈ ചെയ്യുന്നുണ്ടോ ഒരു കമ്പനി എന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? കമ്പനി സെക്രട്ടറീസിനാണ്. അതേപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഗൈഡ് ചെയ്യണം. അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഗൈഡ് ചെയ്യേണ്ട ഡ്യൂട്ടിയും ആർക്കാണുള്ളത്? കമ്പനി സെക്രട്ടറീസിനാണുള്ളത്. ഇതൊക്കെ സ്പെഷ്യൽ ആണ്. ദെൻ മീറ്റിങ്ങുകൾ ഗവേൺ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? കമ്പനി സെക്രട്ടറീസിനാണ്. അതേപോലെ തന്നെ റെഗുലേറ്ററി അതോറിറ്റികൾക്ക് മുമ്പിൽ പ്രസന്റ് ആവേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? കമ്പനി സെക്രട്ടറീസിനാണ്. അതേപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യേണ്ടതും ഡ്യൂട്ടീസും ആക്ട് പ്രകാരം ഡിസ്ചാർജ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ആർക്കാണ്?
കമ്പനി സെക്രട്ടറീസിനാണ്. സോ കമ്പനി സെക്രട്ടറീസിന്റെ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജനറൽ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസും ഒന്ന് സ്പെഷ്യൽ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസും. ജനറൽ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസിൽ അവരൊരു എക്സ്പെർട്ടൈസ്ഡ് ആണ് കാണുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിലും സെക്യൂരിറ്റി ലോയിലും കോർപ്പറേറ്റ് അഫയേഴ്സിലും ESGയിലും CSRലും BRSRലും ഒക്കെ അവരൊരു എക്സ്പെർട്ടൈസ് ആയിട്ടാണ് കാണുന്നത്. ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യേണ്ടതും ഗൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. ദെൻ 205 എന്താ പറയുന്നത്? ബോർഡിനെ റിപ്പോർട്ട് ചെയ്യണം, മീറ്റിങ്ങുകൾ കൺവീൻ ചെയ്യണം, ബോർഡിനെ ഗൈഡ് ചെയ്യണം, ബോർഡിനെ അസിസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ റെഗുലേറ്ററി അതോറിറ്റികൾക്ക് മുമ്പിൽ അപ്പിയർ ആവണം, അവരുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യും വേണം. എന്തൊക്കെയാണ്? ഒന്ന്, ബോർഡിനെ റിപ്പോർട്ട് ചെയ്യണം, ബോർഡിനെ അസിസ്റ്റ് ചെയ്യണം, ബോർഡിനെ ഗൈഡ് ചെയ്യണം. ദെൻ അവരുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യണം, മീറ്റിങ്ങുകൾ കൺവീൻ ചെയ്യണം, റെഗുലേറ്ററി ബോഡികൾക്ക് മുമ്പിൽ അപ്പിയർ ആവുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനി സെക്രട്ടറിയുടെ സ്പെസിഫിക് ഡ്യൂട്ടീസ് ആസ് പെർ സെക്ഷൻ 205. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു കമ്പനി സെക്രട്ടറിന്റെ റോളാണ്. നമ്മൾ പലതിലും കണ്ടിട്ടുണ്ട്. സർട്ടിഫിക്കേഷനിൽ കമ്പനി സെക്രട്ടറിയുടെ റോൾ എന്താന്ന് കണ്ടിട്ടുണ്ട്. അതേപോലെ റെഗുലേഷൻ 6 ഓഫ് LODR 2015 സെബി LODR പ്രകാരം റെഗുലേഷൻ 6 പ്രകാരം ഒരു കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 205 പ്രകാരം കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി ആസ് പെർ സെബി LODR റെഗുലേഷൻ 6. ഓക്കെ, എന്താ പറയണേ? റെഗുലേറ്ററി പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ, സെബി റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? കമ്പനി സെക്രട്ടറിക്കാണ്. ആരുമായിട്ടൊക്കെ അവർ കോർഡിനേറ്റ് ചെയ്യണം? സെബിയുമായിട്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട്, ഡെപ്പോസിറ്ററികളുമായിട്ടും ഒക്കെ അവര് കോർഡിനേറ്റ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർ പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഇത് നോക്കേണ്ടത് ആരാ? കംപ്ലയൻസ് ഓഫീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കംപ്ലയൻസ് ഓഫീസർ ആരാ? ഒരു കമ്പനി സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസം മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരാണ്? കമ്പനി സെക്രട്ടറിക്കാണ്. അപ്പൊ റെഗുലേഷൻ 6 പ്രകാരം സെബി LODR 2015 പ്രകാരം റെഗുലേഷൻ 6 പ്രകാരം കമ്പനി സെക്രട്ടറിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇതിന്റെ റെഗുലേറ്ററി പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കണം. സെബിയുമായിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ടും ഡെപ്പോസിറ്ററീസുമായിട്ടും അവർ കോർഡിനേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത് നോക്കണം. ഗ്രീവൻസ് ആൻഡ് റീഡ്രസൽ മെക്കാനിസം മോണിറ്റർ ചെയ്യുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിക്ക് ആണ് എന്നാണ് എവിടെ പറയുന്നത്? സെബി LODR റെഗുലേഷൻസിലെ ഏത് റെഗുലേഷൻ പറയുന്നത്? റെഗുലേഷൻ 6 പറയുന്നത്. ദെൻ കമ്പനി സെക്രട്ടറി ആസ് എ പാർട്ട് ഓഫ് സീനിയർ മാനേജ്മെന്റ്. അതായത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? ജനറൽ ആയിട്ടുള്ള അവരുടെ ഡ്യൂട്ടീസ് കണ്ടു, കമ്പനീസ് ആക്ട് 205 കീഴിലുള്ള ഡ്യൂട്ടീസ് കണ്ടു, റെഗുലേഷൻ 6 സെബി LODR പ്രകാരം കണ്ടു. ഇനി ടോപ്പ് മാനേജ്മെന്റിന്റെ വീക്ഷണത്തിൽ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? സീനിയർ മാനേജ്മെന്റിന്റെ ഇതിൽ അവരുടെ ഡ്യൂട്ടീസ് എന്താണ്? CS is a part of senior management of any listed company. എന്താ പറയണേ? ഏത് ലിസ്റ്റഡ് കമ്പനിയിലെയും ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കീ മാനേജീരിയൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ അതിൽ CS-ഉം ഉണ്ടാവും. അവർക്ക് 2 റോളുകളാണ്. ഒരു CS-ന് 2 കരിയർ ഓപ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാ? ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, 2 അവർക്ക് എംപ്ലോയ്മെന്റ്. ഈ 2 പേരും സീനിയർ മാനേജ്മെന്റിന് ആവശ്യമാണ്. സെക്രട്ടേറിയൽ ഓഡിറ്റ് നടത്തണമെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു CS വേണം, പ്രാക്ടീസിങ് CS വേണം. അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ, മീറ്റിങ്ങുകൾ ഗവേൺ ചെയ്യാൻ കമ്പനിയുടെ ഉള്ളിലുള്ള ഒരു CS-നെയും ആവശ്യമാണ്. Then അതല്ലേ ചോദിച്ചു, ഇതെന്താന്ന് ചോദിച്ചു. അല്ല, അതാ ഞാൻ ചോദിക്കുന്നു. ഓക്കെ, യെസ്, അല്ല, ഓക്കെ. സോ മെമ്പർഷിപ്പില് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ കമ്പനീസ് ആക്ടിന്റെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്താ പടയെന്ന് ആലോചിച്ചു. ഓക്കെ, സോ ICSI മെമ്പർഷിപ്പില് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ എന്തൊക്കെയാണ് അവര് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ICSIക്ക്?
ടു ബി പാർട്ട് ഓഫ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഡൊമിസൈല്. ഡൊമിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതെന്താന്ന്, അതായത് സാല്യൂട്ടേഷൻസ് എന്താണ് യൂസ് ചെയ്യുന്നത്, ലൈക്ക് മിസ്റ്റർ, മിസ്സി, നമ്മൾ ആ ഒരു സംഭവത്തിനാണ് ഡൊമിസൈൽ എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ മെമ്പർഷിപ്പ് നമ്പർ എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ടെലിഫോൺ നമ്പർ എന്താണ്, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അത് 30 ഡേയ്സിന്റെ ഉള്ളിൽ ഇന്റിമേറ്റ് ചെയ്യുകയും വേണം. അപ്പൊ എന്തൊക്കെയാ വേണ്ടേ? ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഡൊമിസൈല്, മൊബൈൽ നമ്പർ, ടെലിഫോൺ നമ്പർ, പിന്നെ മെമ്പർഷിപ്പ് നമ്പർ, ക്വാളിഫിക്കേഷൻ നമ്പർ, ഇമെയിൽ ഐ ഡി, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇൻഫോർമേഷൻ. ഈ കാര്യങ്ങളാണ് വേണ്ടേ. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ 30 ഡേയ്സിന്റെ ഉള്ളിൽ ഇന്റിമേറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? എന്തൊക്കെയാ വേണ്ടേ? ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഡൊമിസൈല്, മെമ്പർഷിപ്പ് നമ്പർ, ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത്, ടെലിഫോണ്, ഇമെയില്, മൊബൈൽ നമ്പർ, പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ ഇൻഫോർമേഷൻ, അഡ്രസ് എന്താണെന്നുള്ളതിന്റെ ഇൻഫോർമേഷൻ. ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. എപ്പോഴാണ് ഒരു CS-ന് മെമ്പർഷിപ്പ് നഷ്ടപ്പെടുക? മെമ്പർഷിപ്പ് എപ്പോഴാണ് ഒരു കമ്പനി സെക്രട്ടറിക്ക് നഷ്ടപ്പെടുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് എന്താ? ഡെത്ത്. ക്യാൻ ഐ സേ ഡെത്ത്? വോളണ്ടറി, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യാം, പോയോ? മെമ്പർഷിപ്പ് ഫീ പേ ആയിരിക്കാം, ഫീ പേ ചെയ്തിട്ടില്ലെങ്കിലോ ആവും. സെക്ഷൻ 8 പ്രകാരം ഡിസേബിൾ ആവുകയാണെങ്കിൽ, ഫിസിക്കലി ഓർ മെന്റലി ഹാൻഡിക്യാപ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ. ഓർ ഇതെന്താ, എന്ത് ഡിസേബിൾഡ് അണ്ടർ സെക്ഷൻ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICSI റെഗുലേഷനിൽ എന്താണ്? ഓക്കെ, കോൺട്രാക്ട് ആക്ട് അല്ലേ? ഓക്കെ. ദെൻ ഡിസിപ്ലിനറി ആക്ഷൻ, എനി അതർ ആക്ട് വേ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. പ്രൊഫഷണൽ മിസ്കണ്ടക്ട് എന്നൊക്കെ പറയും നമ്മൾ. ഓക്കെ. എന്തൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് മെമ്പർഷിപ്പ് പോവാം? ഡെത്ത്, വോളണ്ടറി ആയിട്ട് പോവാം, ഡിസേബിൾഡ് ആവാം, നമ്മള് മെമ്പർഷിപ്പ് ഫീ അടയ്ക്കാതിരുന്നോണ്ട് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ഡിസിപ്ലിനറി ആക്ഷൻസോ അല്ലെങ്കിൽ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് കാരണമോ ആവാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഒന്ന്, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരാൻ എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് അത് നിലവിൽ 1980 വന്നത്. ഒന്ന്, അതാണ് നമ്മൾ പഠിച്ചത്. രണ്ട്, ഒരു കമ്പനി സെക്രട്ടറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റോൾസ് ജനറൽ ആയിട്ട് എന്തൊക്കെയാണ്, ആ എക്സ്പെർട്ടൈസും കാര്യങ്ങളും ഒക്കെ. മൂന്ന്, നമ്മൾ പഠിച്ചത് കമ്പനീസ് ആക്ട് 2013 205 പ്രകാരം ഒരു കമ്പനി സെക്രട്ടറിക്ക് എന്തൊക്കെ റോളുകളാണ് ഉള്ളത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് സെബി LODR റെഗുലേഷൻ 6 പ്രകാരം ഒരു കമ്പനി സെക്രട്ടറിക്ക് എന്തൊക്കെ റോളുകളാണ് ഉള്ളത്. ഒരു ടോപ്പ് മാനേജ്മെന്റില് ഇവരെ കീ മാനേജറിയൽ പേഴ്സൺ ആയിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം മെമ്പർഷിപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ മെമ്പർഷിപ്പ് ക്യാൻസൽ ആവും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഓക്കെ. നെക്സ്റ്റ്, എന്താണ് അസോസിയേറ്റ് മെമ്പർ, എന്താണ് ACS, എന്താണ് FCS, അതാണ് ചുരുക്കത്തിൽ ഇവിടെ പറയുന്നത്. എന്താണ് ACS, എന്താണ് FCS നമുക്ക് ഓൾറെഡി അറിയാം, എനിക്കറിയാം, എനക്കറിയാം, എനിക്കറിയില്ല. ഓക്കെ. സോ എന്താണിത്? അസോസിയേറ്റ് മെമ്പറിനെ കുറിച്ച് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതാണ്? സെക്ഷൻ 5 ഓഫ് ICSI ആക്ട് 1980 ആണ്. അത് യെസ്. സോ ആരുടെയൊക്കെ മെമ്പർ ആണോ ICSI രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉള്ളത് അവരൊക്കെ ഡീംഡ് ടു ബി എ അസോസിയേറ്റ് മെമ്പർ ആണ്. ഓക്കെ. ഓക്കെ. എപ്പോഴാണ് അവരുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ വരിക? ഹി ഷുഡ് പാസ് ദ എക്സാമിനേഷൻ ആൻഡ് കംപ്ലീറ്റ്സ് ദ ട്രെയിനിങ്. അല്ലെ? ഒന്നെന്താ, എക്സാമിനേഷൻ നടത്തി നമ്മൾ പാസ്സായി, നമ്മൾ ട്രെയിനിങ് കൂടിയും കഴിഞ്ഞാലേ നമുക്ക് ഏതിലേക്ക് എൻട്രി കിട്ടുള്ളൂ? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലേക്ക് എൻട്രി. അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായിട്ടുള്ള വേറൊരു ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും നമ്മൾ പാസ്സായിരിക്കണം. അതായത് ഇന്റർനാഷണൽ ബോഡികളാണെങ്കിൽ അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു എക്സാമോ ക്വാളിഫിക്കേഷനോ നമ്മൾ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ
ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു കൗൺസിലിന്റെ എക്സാം നമ്മൾ പാസ്സായിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ലണ്ടന്റെ കീഴില് അവര് സ്റ്റുഡന്റ് ആയിട്ട് 31/12/1972 മുമ്പിൽ രജിസ്റ്റർ ചെയ്യുകയും പാസ്സാവുകയും വേണം. ഓക്കെ, അപ്പോ ഇവിടെ അവരെ മെമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ if a person is a citizen and reside outside India and has passed all exams and training conducted by Institute of Chartered Secretaries and Administration London. സോ എന്തൊക്കെയാ ചുരുക്കത്തിൽ എനിക്ക് എന്തൊക്കെ പറയാം? ഒന്ന്, നമ്മളുടെ ICSIയുടെ എക്സാം പാസ്സാവണം, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. രണ്ട്, അതിന് തത്തുല്യമായിട്ടുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഉള്ള ഏതെങ്കിലും ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പ്രോസസ് ചെയ്യണം. അതും അല്ലെങ്കിൽ 31/12/1972 മുമ്പ് ICSI ലണ്ടന്റെ എക്സാം നമ്മൾ പാസ്സായിട്ടുണ്ടാവണം. ഓക്കെ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഇന്ത്യക്ക് പുറത്താണ് താമസിക്കുന്നത്, അവര് ICSI ലണ്ടന്റെ എക്സാം പാസ്സായിട്ടുണ്ടാവണം. UK-യുടെ എങ്കിൽ അവർക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? അവരൊക്കെ ACS ആണ് എന്ന് കൺസിഡർ ചെയ്യാം. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മളുടെ എക്സാം പാസ്സാവണം, ട്രെയിനിങ് കണ്ടക്ട് കഴിയണം. രണ്ട്, ഇന്ത്യയിൽ ഉള്ളിലുള്ള നമുക്ക് ഇക്വാലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുമല്ലെങ്കിൽ ഇന്ത്യക്ക് ഔട്ട്സൈഡ് ഉള്ള ഏതെങ്കിലും നമ്മളുടെ ICSIയുമായി ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതും അല്ലെങ്കിൽ 31/12/1972 മുമ്പ് ICSI ലണ്ടൻ ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ എക്സാം പാസ്സായിട്ടുണ്ടാവണം. അതുമല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് സിറ്റിസൺഷിപ്പോ റെസിഡൻഷിപ്പോ ഉള്ള ഒരു വ്യക്തി, അവര് ICSI ലണ്ടന്റെ എക്സാം, അതിന് ഡേറ്റ് ഇല്ല. പേഴ്സൺ ഈസ് എ സിറ്റിസൺ ആൻഡ് റിസൈഡ് ഔട്ട്സൈഡ് ഇന്ത്യ, പുറത്ത് റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ഇന്ത്യയുടെ സിറ്റിസണ് പുറത്ത് റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ICSI ലണ്ടന്റെ ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ എക്സാം പാസ്സായിട്ടുണ്ടാവണം. എങ്കിൽ അവരെയൊക്കെ നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്യുക? ACS, അസോസിയേറ്റ് കമ്പനി സെക്രട്ടറി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ വാട്ട് ഈസ് എ ഫെലോ മെമ്പർ അഥവാ FCS? Okay, he should be a fellow member. Section 5 of the CS Act ആണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത്. ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ he is in continuous practice in India as a company secretary for 5 years. എന്താണ്? അതായത് നിങ്ങൾ എംപ്ലോയ്മെന്റിലല്ല, ശ്രദ്ധിക്കുക, he is in company secretary practice for a continuous 5 years, then he is considered as Allah. Plus he should have practical experience. കൗൺസിൽ പറയുന്ന പോലെയുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും വേണം. എങ്കിൽ എന്താവുക? he is considered as FCS. എന്താണൊന്ന്? ആദ്യം അയാൾ ഒരു ACS ആവണം. ആ ACS ആയിട്ട് അയാൾ പ്രാക്ടീസ് ചെയ്ത് 5 കണ്ടിന്യൂസ് വർഷം അവർ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, കൗൺസിൽ പറയുന്ന പോലെയുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും അയാൾക്ക് ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? FCS ആയിട്ട് കൺസിഡർ ചെയ്യാം. നോ, ഇനി ഇവിടെ നോക്ക്, നോ അസോസിയേറ്റ് മെമ്പർ ക്യാൻ ബിക്കം ഫെലോ മെമ്പർ ഇഫ് എന്താണ്? ഒന്ന്, പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, എപ്പോ കഴിഞ്ഞ 5 കൊല്ലത്തില് അയാൾക്കെതിരെ എന്തെങ്കിലും പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തായിട്ട് മാറാൻ പാടില്ല? FCS ആവാൻ പാടില്ല. ദെൻ പ്രൊഫഷണൽ നമ്പർ, നമ്മുടെ ഡെവലപ്മെന്റ് ക്രെഡിറ്റ് ഹവേഴ്സ് ഉണ്ട്, അതായത് ട്രെയിനിങ് ഉണ്ട്. നമ്മൾ പാസ്സായാലും നമ്മൾ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യണം. ഇത്ര ഹവർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് FCS ആവാൻ പറ്റുള്ളൂ. ആ ക്രെഡിറ്റ് ഹവേഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും എന്താവാൻ പറ്റില്ല? FCS ആവാൻ പറ്റില്ല. അപ്പോ ഇത് ഇവിടെ കട്ട് ചെയ്യുക. ഓക്കെ, അത് FCSന്റെ കണ്ടീഷൻ അല്ല. എന്തിന്റെ കണ്ടീഷനാ? FCS ആവാൻ പറ്റാത്തതിന്റെ കണ്ടീഷനാണ്. ഓക്കെ.
ബട്ട് ആക്ച്വലി കംപ്ലീറ്റ് മിനിമം നമ്പർ ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ക്രെഡിറ്റ് ഹവേഴ്സ് ആണ് വരിക, നോട്ട് എന്നല്ല അവിടെ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസിനെ കുറിച്ചിട്ടാ പറയുന്നത്. ഏതാ പറയുന്നത്? സെക്ഷൻ 2D ഓഫ് CS റെഗുലേഷൻ 1982. സെക്ഷൻ 2 സബ്സെക്ഷൻ D ഓഫ് CS റെഗുലേഷൻ 1982 ആണ് എന്തിനെ കുറിച്ചിട്ട് പറയുന്നത്? പ്രാക്ടീസിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോ ഈ പ്രാക്ടീസ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഗ്രാൻസ് ദ ഹോൾഡർ ഓഫ് പ്രാക്ടീസ് ആസ് എ കമ്പനി സെക്രട്ടറി ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ എന്താ? പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് ഇന്ത്യയിലോ ഈ ഔട്ട്സൈഡ് ഇന്ത്യയിലോ ആൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ബട്ട് ഔട്ട്സൈഡ് ഇന്ത്യ അവരുടെ എക്സാം എഴുതേണ്ടി വരും, പ്രാക്ടിക്കലി സ്പീക്കിംഗ്. ഓക്കെ, നൗ ആരെയാണ് ഡീംഡ് ടു ബി പ്രാക്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യുക? ഓക്കെ, ആരെയാണ് ഡീംഡ് ടു ബി പ്രാക്ടീസ്? അതായത് അവര് ആക്ച്വലി പ്രാക്ടീസ് അല്ല, പക്ഷെ അവരെ ഡീംഡ് ടു ബി പ്രാക്ടീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം ഇതെന്താ നമ്മൾ നോക്കണ കാരണം, ഡീംഡ് ടു ബി പ്രാക്ടീസ് 5 വർഷം ആണെങ്കിലും അയാളെ FCS ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോ if engaged in following activities എന്താണ്? engage oneself in practice of the CS in relation to any company. ഏതെങ്കിലും ഒരു കമ്പനിക്ക് മാത്രമായിട്ട് അയാൾ പ്രാക്ടീസിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അയാൾ സാധാരണ പ്രാക്ടീസിംഗ് എങ്ങനെ മൾട്ടിപ്പിൾ കമ്പനീസിന് വേണ്ടി ചെയ്യും, പക്ഷെ പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി ആയിട്ട് ഒരു കമ്പനിക്ക് മാത്രമായിട്ട് അയാൾ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും അയാൾ എന്താ ചെയ്യുക? പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, അൺലെസ് ഹീസ് എൻ എംപ്ലോയി അല്ലെങ്കിൽ offer to perform service related to promotion, formation, incorporation, amalgamation and reconstruction of a company. ഓക്കെ, അയാൾ എന്ത് വർക്കാ ചെയ്തിരുന്നത്? ഒരു കമ്പനിയുടെ പ്രമോഷനോ ഇൻകോർപ്പറേഷനോ അമാൽഗമേഷനോ റീകൺസ്ട്രക്ഷനോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിലും അയാൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? പ്രാക്ടീസിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അല്ലാതെ അയാൾ ടാക്സ് ഫയൽ ചെയ്യുകയോ മറ്റു ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ദെൻ അല്ല, അയാൾ പെർഫോം ചെയ്യുന്നത് ഒരു ഷെയർ ട്രാൻസ്ഫർ ഏജന്റ് ആയിട്ടോ ഇഷ്യൂ ഹൗസ് ആയിട്ടോ സ്റ്റോക്ക് ബ്രോക്കർ ആയിട്ടോ സെക്രട്ടേറിയൽ ഓഡിറ്റർ ആയിട്ടോ അഡ്വൈസറോ ആയിട്ടോ ആണ് ആക്ട് ചെയ്യുന്നെങ്കിൽ പോലും അയാൾ എന്താണ്? ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ആണ്. അല്ല, പബ്ലിക്കിന് മുമ്പാകെ അയാൾ ഓഫീസ് ഇട്ട് ഒരു CS ഇൻ പ്രാക്ടീസ് ആയി ഇരിക്കുകയാണെങ്കിലും അയാൾ എന്താണ്? ഒരു CS ഇൻ പ്രാക്ടീസ് ആണ്. ഓക്കെ, ദെൻ പ്രൊഫഷണൽ സർവീസസ് ആണ് കൊടുക്കുന്നത്. ഒരു കമ്പനി സെക്രട്ടറീസിന്റെ പ്രൊഫഷണൽ സർവീസ് കൊടുക്കുന്ന ഒരു വ്യക്തിയെയും നമ്മൾ എന്താണ് പറയാ? പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ആണ് എന്നാണ് പറയാ. ദെൻ കൗൺസിലിന്റെ ഒപ്പീനിയൻ പ്രകാരം CS ഇൻ പ്രാക്ടീസിന്റെ ഡ്യൂട്ടീസ് ആണ് അയാൾ ചെയ്യുന്നത് എങ്കിലും അയാൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? CS ഇൻ പ്രാക്ടീസ് ആയിട്ടാണ് കൺസിഡർ. അപ്പൊ അൺലെസ് എംപ്ലോയ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരെയും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? CS ഡീം ടു ബി CS ഇൻ പ്രാക്ടീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ സെക്ഷൻ 2D പറയുന്നു, ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറമെയോ പ്രാക്ടീസ് ചെയ്യാൻ അനുവാദം കൊടുത്ത ആൾക്കാരെയൊക്കെ നമ്മൾ എന്താ പറയാ? COP എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് അപ്ലൈ ചെയ്തവരാണ് ഇവിടെ വരിക. ഓക്കെ, ഇവരാരും അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷെ ഇവർ ചെയ്യുന്ന ഡ്യൂട്ടി പ്രാക്ടീസിന്റെ പോലെ ആണെങ്കിൽ പോലും അവരെന്താണ്? ഡീംഡ് ടു ബി ഇൻ പ്രാക്ടീസ് ആണ്. അപ്പൊ എന്തൊക്കെയാ ഡ്യൂട്ടി? ഒന്ന്, ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം അവര് പ്രാക്ടീസിങ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് CS ഇൻ പ്രാക്ടീസ്. 2, പ്രൊമോഷനോ ഫോർമേഷനോ ഇൻകോർപ്പറേഷനോ അമാൽഗമേഷനോ റീകൺസ്ട്രക്ഷൻ ഡ്യൂട്ടീസ് ആ ചെയ്യുന്നതെങ്കിൽ അവരും എന്താണ്? ഡീം ടു ബി ഇൻ പ്രാക്ടീസ് ആണ്. അല്ല, ഷെയർ ട്രാൻസ്ഫർ ഏജന്റോ ഇഷ്യൂ ഹൗസോ സ്റ്റോക്ക് ബ്രോക്കറോ സെക്രട്ടേറിയൽ ഓഡിറ്ററോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ that is also CS in practice. ഇനി സാധാ ഒരു CS in practice ആണെന്ന് പറഞ്ഞ് പബ്ലിക്കിന് മുമ്പ് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും he is a CS in practice. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊഫഷണൽ സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിലും he is a CS in practice. അതേപോലെ കൗൺസിലിന്റെ അഭിപ്രായത്തിൽ അയാൾ ചെയ്യുന്ന വർക്ക് എല്ലാം CS-ന്റെ ഒരു ജോബാണ്, CS-ന്റെ ഒരു പ്രാക്ടീസിങ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ഡീംഡ് ടു ബി CS in practice ആയിട്ടാണ് കൺസിഡർ ചെയ്യുക എന്നാണ് പറയുന്നത്. യെസ്, ദെൻ റെഗുലേഷൻ 4 സബ്സെക്ഷൻ 2 ഓഫ് CS റെഗുലേഷൻ 1982 വായിക്കുക.
എന്ത് is an associate and has been in practice for last 5 years or in associate for last 5 years and possible practical experience by council. ഒന്ന് പറഞ്ഞു എന്താ അത്? ആ പാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ACS ആയിട്ട് 5 കൊല്ലം പ്രാക്ടീസ് ചെയ്യുന്നു, അഡീക്വേറ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ഫെലോ ആയിട്ടാണ്, അതായത് FCS ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇത് ഫൈൻ, എനിക്ക് മനസ്സിലായി. ഇതെന്താ? എന്താണ്? വാസ് എ ഫെലോ ഇൻക്ലൂഡിംഗ് എ ഹോണററി ഫെലോ ഓഫ് ഡിസോൾവ്ഡ് കമ്പനി ഇമ്മീഡിയറ്റ്ലി ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദ ആക്ട് ഓർ അഡ്മിറ്റഡ് ആസ് എ ഫെലോ അണ്ടർ ഏർലിയർ റെഗുലേഷൻസ്. പണ്ടത്തെ പുതിയ ആക്ട് വരുന്നതിന് മുമ്പ് അവർക്കൊരു ഫേം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു, കമ്പനി സെക്രട്ടറീസ് കമ്പനി ഉണ്ടായിരുന്നു. അതിൽ ഇയാളൊരു FCS ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ ഇത്, അതുമല്ലെങ്കിൽ ഇതിന്റെ മുമ്പത്തെ നിയമത്തില് അയാള് ഒരു FCS ആയിരുന്നെങ്കിൽ അയാളെയും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ഫെലോ കമ്പനി സെക്രട്ടറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എന്താണ് ഇത്? നിയമം മാറുന്നതിന്റെ മുമ്പ് അയാൾ ഒരു FCS ആയിരുന്നെങ്കിൽ, അല്ല അയാൾ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ അയാൾ ഒരു ഫെലോ കമ്പനി സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ അവരെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? FCS ആയിട്ടാണ് പുതിയ നിയമത്തിൽ കൺസിഡർ ചെയ്യുക. ഇനി പുതിയ നിയമത്തിൽ FCS ആവണമെങ്കിൽ എന്താ? ACS ആയിട്ട്. ഫസ്റ്റത്തത് 1980 കമ്പനി സെക്രട്ടറീസ് ആക്ട് വരുന്നതിന് മുമ്പും അവിടെ കമ്പനി സെക്രട്ടറീസ് ഉണ്ട്, കമ്പനി സെക്രട്ടറി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു LLPയിലോ മറ്റോ അയാൾ FCS ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നതെങ്കിൽ അയാളെ നമ്മൾ പുതിയ ലോയിലും FCS ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. രണ്ട് പറയണത് എന്താ? അയാളെ പണ്ടത്തെ നിയമത്തിലെ അയാൾ FCS ആയിരുന്നു, അപ്പൊ ഇപ്പോഴത്തേലും അയാളെ FCS ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി പുതിയ നിയമത്തിൽ എന്താ പറയണേ? നിങ്ങൾ ACS ആയിട്ട് 5 കൊല്ലം ഇരിക്കുകയും ചെയ്തു, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെയും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? FCS ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെയാ എടുത്തത്? എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തത്? പറയാ, ആദ്യം മുതൽ പറയാ. യെസ്, പണ്ടത് 1968 8അല്ലേ? ഈ കമ്പനി പിന്നെ അത് ഭാവിയിലേക്ക് അതൊരു കമ്പനി ആക്ട് പിന്നെ പറ. റോൾ ഓഫ് കമ്പനി സെക്രട്ടറി, ജനറൽ റോള്, സെക്ഷൻ 205 റോള്, റെഗുലേഷൻ 6 റോള്, സീനിയർ മാനേജ്മെന്റ്, മെമ്പർഷിപ്പിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ മെമ്പർഷിപ്പ് റദ്ദാക്കപ്പെടും, എന്താണ് ഒരു ACS, എന്താണ് ഒരു FCS. അല്ല, ഇതിന്റെ ഉള്ളിലത്തൊന്നും പറയല്ല, അതൊക്കെ ഹെഡിങ് ഞാൻ പറഞ്ഞു. റെഗുലേഷൻ ജനറലിൽ പറയുന്നത് അയാൾ മറ്റേ കോർപ്പറേറ്റ് ലോണും സെക്യൂരിറ്റി ലോണും എക്സ്പെർട്ടൈസ് അല്ലേ? അതെ അതെ, അതൊക്കെ ശരി. പിന്നെന്തായിരുന്നു? അഡ്വൈസ് ചെയ്യണം ബോർഡിന്. പിന്നെ VRSR, CSR, ESG.
205. ആ ബോർഡിനെ ഗൈഡ് ചെയ്യാൻ, അഡ്വൈസ് ചെയ്യാൻ, ബോർഡ് ചീഫ് ഓഫ് അസിസ്റ്റ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യാൻ, അതന്നെ മീറ്റിംഗ് കൺവീൻ ചെയ്യുക, റെഗുലേറ്ററി ബോഡികൾക്ക് മുമ്പിൽ അപ്പിയർ ചെയ്യുക. പിന്നെ LODR എന്തൊക്കെയാ സംഭവിച്ചത്? ഇൻഷുറൻസ് റെഗുലേറ്ററി പ്രൊവിഷൻസ്, റെഗുലേറ്ററി പ്രൊവിഷൻസ് ഇൻഷുർ ചെയ്യാം. റെഗുലേഷൻ 8 അല്ലേ? 6. പിന്നെ കോർപ്പറേഷൻ സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡെപ്പോസിറ്ററി. പിന്നെ എന്തായിരുന്നു പോയിന്റ്? പിന്നെ പിന്നെ CSM പാർട്ട് ഓഫ് മാനേജ്മെന്റ്, CSM എന്താണ് പാർട്ട് ഓഫ് സീനിയർ മാനേജ്മെന്റ്. ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് മെമ്പർഷിപ്പിന് വേണ്ടി കൊടുക്കേണ്ടത്? മെമ്പർഷിപ്പിന് കോഡ് മെമ്പർഷിപ്പ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ടെലിഫോൺ നമ്പർ. Whether have certificate in practice or not. സർട്ടിഫിക്കറ്റ് പ്രാക്ടീസ് ആണ്. Communication address. If any change, intimate within 30 days. Disabled under sections 8. Non-payment of fees. Membership fees. Then associate member, fellow member. മെമ്പർഷിപ്പിൽ ഏതൊരു പേഴ്സണും മെമ്പർഷിപ്പ് മെമ്പറാണ്. പിന്നെ ഈ അല്ലെങ്കിൽ അതേ ക്വാളിഫിക്കേഷൻ അതേ ഇക്വാലന്റ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള വേറെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ. 3. പിന്നെ 1972 മുമ്പേ അവിടെ എക്സാം എഴുതി പാസ്സായ ICSI ലണ്ടൻ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഇന്ത്യൻ സിറ്റിസൺ പുറത്ത് റെസിഡന്റ് ആയിട്ടുള്ള ഒരാള് ICSI ലണ്ടൻ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ആരാണ് ഡീംഡ് ടു ബി ആൻ FCS or deemed to be a practice? Deemed to be a practice. ഒരു കമ്പനിക്ക് മാത്രം ഇതോട് പ്രാക്ടീസ് കൊടുക്കുന്ന ടീംസ് ആണ്. അതില്ലെങ്കിൽ എന്താ പ്രമോഷനോ ഒരു കമ്പനിയുടെ ഫോർമേഷനോ അമാൽഗമേഷനോ റീകൺസ്ട്രക്ഷനോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് ബ്രോക്കർ ആയിട്ടോ ഇഷ്യൂ ഹൗസ് ആയിട്ടോ ട്രാൻസ്ഫർ ഏജന്റ് ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രൊഫഷണൽ സർവീസസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കൗൺസിലിന്റെ അഭിപ്രായ പ്രകാരം അവർ പ്രൊഫഷണൽ സർവീസ് ആണ് ചെയ്യുന്നത് എങ്കിൽ, പിന്നെ പബ്ലിക്കിന് മുമ്പാകെ CS ഇൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, പിന്നെ നെക്സ്റ്റ് വൺ ഡിസിപ്ലിനറി മെക്കാനിസം. ഓക്കെ, നൗ ഏറ്റവും ടോപ്പിലാരാണ്? ഹയറാർക്കിയിൽ ടോപ്പിലാരാണ്? ഡിസിപ്ലിനറി ഡയറക്ടറേറ്റ് ആണ്. എന്താണ് ഡിസിപ്ലിനറി ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്? ഡയറക്ടർ ഡിസിപ്ലിൻ ആണ് അതിന്റെ ഹെഡ്. ഓക്കെ, എന്താണ്? ഒഫൻസിനെ കുറിച്ചിട്ട് പ്രിമാഫേസെ ഒപ്പീനിയൻ കൊടുക്കുന്ന ആളാണ് ആര്? ഡയറക്ടർ ഡിഫൻസ് എന്ന് പറയുന്നത്.
ഡിസിപ്ലിനറി ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ICSI ആക്ടിൽ 2 സ്കെഡ്യൂളുകളിലാണ് നമ്മളുടെ മിസ്കണ്ടക്ട് പറയുന്നത്. ദർ ഈസ് ഫസ്റ്റ് സ്കെഡ്യൂൾ ആൻഡ് സെക്കൻഡ് സ്കെഡ്യൂൾ. ഓക്കെ ഇനി എന്താ പറയണത് എന്നൊന്ന് വായിച്ചു നോക്കിട്ട് പറ. ആക്ഷൻസോ ആ ഓക്കെ ഓക്കെ ഫസ്റ്റ് സ്കെഡ്യൂളിലാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്കെഡ്യൂൾ ആര് ഫസ്റ്റ് സ്കെഡ്യൂളിലാണെന്നുണ്ടെങ്കിൽ ആരാണ് ആക്ഷൻ എടുക്കുക? ബോർഡ് ഓഫ് ഡിസിപ്ലിൻ, അതായത് ഡിസിപ്ലിനറി ഡയറക്ടറേറ്റ് ആണ് എന്ത് പറയുന്നത്, ആദ്യം ഒരു ഒപ്പീനിയൻ കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ഏത് സ്കെഡ്യൂളിൽ പെട്ട കേസാണോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൈമാറും. ബോർഡ് ഓഫ് ഡിസിപ്ലിൻ ആണ് അതിന്റെ ആക്ഷൻസ്, ഫസ്റ്റ് സ്കെഡ്യൂൾ ആണെങ്കിൽ ആക്ഷൻസ് എടുക്കുന്നത്. എന്തൊക്കെയായിരിക്കും ആക്ഷൻ? ഒന്നെങ്കിൽ രജിസ്റ്റർ ഓഫ് എംബർ എന്ന് 3 മാസത്തേക്ക് അവരെ പേര് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം 1 ലക്ഷം ഫൈൻ ഈടാക്കുക. ഓക്കെ ഇനി അതല്ല, അത് സെക്കൻഡറി സ്കെഡ്യൂളിലാണ് എന്നുണ്ടെങ്കിൽ അവരെ റിപ്രിമാൻഡ് ചെയ്യുക, അതും അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യുക, അതും അല്ലെങ്കിൽ മാക്സിമം 5 ലക്ഷം ഫൈൻ കൊടുക്കുക. റിപ്രിമാൻഡ്സ് ഇത് സസ്പെൻഡ്. ഓക്കെ ഇവിടെ 3 മാസത്തെ സസ്പെൻഷൻ പറയുന്നുണ്ട്, ബട്ട് ഇവിടെ അത് ടൈം പീരിയഡ് ഇല്ലാത്ത സസ്പെൻഷനാണ്. ഈ നടപടിയിൽ എന്തെങ്കിലും ഒക്കെ കേസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യണം? 90 ഡേയ്സിന്റെ ഉള്ളില് അപ്പീല് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. അപ്പോ ആരാണ് ഹെഡ് ചെയ്യുന്നത്? ഡിസിപ്ലിനറി ഡയറക്ടറേറ്റ്. അവരാണ് പ്രിമാ ഫേസി ഒപ്പീനിയൻ കൊടുക്കുന്നത്. ഒപ്പീനിയൻ കൊടുക്കുമ്പോൾ ആ കേസ് 2 സ്കെഡ്യൂളുകളിൽ പെടാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്കെഡ്യൂളോ സെക്കൻഡ് സ്കെഡ്യൂളിലോ പെടാം. ഫസ്റ്റ് സ്കെഡ്യൂളിലെ കേസാണ് എന്നുണ്ടെങ്കിൽ അത് ആർക്കാ പോവാ? ബോർഡ് ഓഫ് ഡിസിപ്ലിൻ ആണ് പോവാ. അവരാണ് ആക്ഷൻസ് എടുക്കുക. 3 മാസം വരെ പേര് മെമ്പർഷിപ്പ് രജിസ്റ്ററിൽ നിന്ന് വെട്ടാം, അല്ലെങ്കിൽ 1 lakh ഫൈൻ ഈടാക്കാം മാക്സിമം. ഇനി അതല്ല, സെക്കൻഡ് സ്കെഡ്യൂളിലെ കേസാണെങ്കിൽ അത് ഡിസിപ്ലിനറി കമ്മിറ്റിക്കാ പോവാ. റിപ്രിമാൻഡ് ചെയ്യാം, പെർമനന്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം 5 ലക്ഷം വരെ ഫൈൻ ഇടാം. ഈ നടപടിയിൽ എന്തെങ്കിലും അഗ്രീവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ആർക്ക് നമ്മൾ കൊടുക്കണം? എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കണം? 90 ദിവസത്തിന്റെ ഉള്ളില് അപ്പീല് കൊടുക്കണം. ഇനി ആ സ്കെഡ്യൂളുകളെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഫസ്റ്റ് സ്കെഡ്യൂൾ ഓഫ് കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980. ഓക്കെ പാർട്ട് 3 പാർട്ട് 3-4 പാർട്ടുകൾ വരും അതില്. ഓക്കെ പലർക്കും ഉള്ളതാ. 1 CS ഇൻ പ്രാക്ടീസ് ആണ്, 2 CS ഇൻ സർവീസ് ആണ്, 3 മെമ്പേഴ്സ് ഓഫ് ICSI ആണ്, 4 മെമ്പേഴ്സ് ഓഫ് ICSI ആണ്. ഓക്കെ പ്രാക്ടീസും സർവീസും ഉദ്ദേശം എന്താ? ഇത് എംപ്ലോയ്മെന്റ് ഉള്ളവർക്കാണ്, ഇത് പ്രാക്ടീസിലുള്ളവർക്കാണ്. ഓക്കെ അപ്പൊ എന്തൊക്കെയാ മിസ്കണ്ടക്ട്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊന്ന് ചോദ്യങ്ങൾ നന്നായി വരും. ഓക്കെ ഇത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്ക് പഠിക്കണം. എന്താണ് മിസ്കണ്ടക്ട്, എന്താണ് കാര്യങ്ങൾ എന്ന് പറയാം. സോ ഫസ്റ്റ് പാർട്ട് 1 ആർക്കുള്ളതാ? CS ഇൻ പ്രാക്ടീസിനുള്ളതാണ് അല്ലെ. അപ്പോ അയാളുടെ പേരിൽ വേറെ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ അനുവദിച്ചാൽ, ഒന്നാമത്തെ മിസ്കണ്ടക്ട് എന്താ? പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറീസിന്റെ പേരിൽ വേറെ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് മിസ്കണ്ടക്ട് ആണ്. ഇനി അതിന്റെ എക്സെപ്ഷൻ പറയുന്നുണ്ട്. എന്താണ്? പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ഒരു ഫേമില് പാർട്ട്ണർ ആണ് എങ്കിൽ അയാളുടെ മറ്റേ പാർട്ട്ണറിന് എന്ത് ചെയ്യാം? അയാളുടെ പേര് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. അല്ല, പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ആ ഫേമിൽ ഒരു എംപ്ലോയി ആണെങ്കിലും അയാളുടെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എന്താണ്? വേറെ ആരെങ്കിലും അയാളുടെ പേര് വെച്ചിട്ട് ബിസിനസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാ പറഞ്ഞത്. പക്ഷെ അത് തെറ്റല്ലാത്ത സാഹചര്യം എപ്പോഴാ? ഒന്നീ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയുടെ പാർട്ട്ണർ ആണ് ബിസിനസ് പിടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ഒരു ഫേമിൽ എംപ്ലോയി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരെ പേര് വെച്ചിട്ട് ബിസിനസ് പിടിക്കുന്നത് കൊണ്ട് അവിടെ തെറ്റില്ല എന്നാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ പറയണേ? പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി അയാളുടെ പേര് വേറെ ആർക്കെങ്കിലും
ആ പേര് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാനോ മറ്റോ ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അത് മിസ്കണ്ടക്ട് ആണ് എന്നാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. അതിന്റെ എക്സെപ്ഷൻ അയാളുടെ അയാൾ പാർട്ട്ണർഷിപ്പിലാണ്, പാർട്ട്ണർ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ല അയാൾ എംപ്ലോയി ആയിട്ടാണ് ആ ഫേമിൽ വർക്ക് ചെയ്യുന്നതെങ്കിലും അത് അലൗഡ് ആണ്. ഓക്കെ. 2, പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി കമ്മീഷനോ ബ്രോക്കറേജോ അയാളുടെ ഫീസിൽ നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വർക്ക് പിടിച്ചു തന്നതിന് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി അയാൾക്ക് കിട്ടുന്ന ഫീസിൽ നിന്ന് 20% നിങ്ങൾക്ക് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. ഓക്കെ. പക്ഷെ അത് അലൗ ചെയ്തിരിക്കുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്. എപ്പോ കമ്മീഷൻ കൊടുക്കാം? പാർട്ട്ണർക്കാ കൊടുക്കുന്നെങ്കിൽ ഓക്കെ, റിട്ടയേർഡ് പാർട്ട്ണർക്കാണെങ്കിലും ഓക്കെ, വേറെ ഒരു കമ്പനി സെക്രട്ടറിക്കാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വേറൊരു മെമ്പർക്കാണ് കൊടുക്കുന്നതെങ്കിലും ഓക്കെ, അതർ പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെയോ CMAയുടെയോ മെമ്പർക്കാണ് കൊടുക്കുന്നതെങ്കിലും ഇറ്റ് ഈസ് പെർമിറ്റഡ്. ക്ലിയർ ആണോ? അപ്പൊ കമ്മീഷനോ ബ്രോക്കറേജോ ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ആർക്കൊക്കെ കൊടുക്കാം? പാർട്ട്ണർക്ക് കൊടുക്കാം, റിട്ടയർഡ് പാർട്ട്ണർക്ക് കൊടുക്കാം, വേറൊരു ബോഡിയുടെ മെമ്പർക്ക് കൊടുക്കാം, നമ്മളുടെ തന്നെ ബോഡിയുടെ മെമ്പർക്കും കൊടുക്കാം. ഓക്കെ. ദെൻ അക്സെപ്റ്റ് പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ വർക്ക് ഓഫ് ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ് പറയുന്നത്? കമ്മീഷൻ കൊടുക്കുക എന്ന് മാത്രമല്ല, കമ്മീഷൻ സ്വീകരിക്കാനും പാടില്ല. ബട്ട് ആരുടെ നിന്നൊക്കെ പഠിക്കും? സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നോ വേണമെങ്കിൽ സ്വീകരിക്കാം. ക്ലിയർ ആണോ? 4, ബാക്കിയുള്ളവരുമായി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ പാടില്ല. ഓക്കെ. ബട്ട് പറ്റും ആരുമായി? മറ്റ് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറികളുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ ബോഡീസിന്റെ മെമ്പേഴ്സുമായിട്ടും പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാം. മറ്റാരുമായിട്ടും പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ പാടില്ല. ക്ലിയർ ആണോ? അപ്പൊ 4 മിസ്കണ്ടക്റ്റുകൾ. ആദ്യത്തെ 4 ഏതാ? ഒന്ന്, സ്വന്തം പേര് വേറൊരാൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. 2, കമ്മീഷൻ ബ്രോക്കറേജ് ഒന്നും കൊടുക്കാനും പറ്റില്ല, മേടിക്കാനും പറ്റൂല. 4, ബാക്കിയുള്ളവരുമായി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാനും പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ CS ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ബിസിനസ് സെക്യൂർ ചെയ്യാം. ആണോ? അല്ല. എന്താണത്? നോക്ക്. നമ്മൾക്ക് എടുക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ബിസിനസ് സെക്യൂർ ചെയ്യാം. എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോ ഞാന് ഒരാളെ ഏജന്റ് ആക്കി വെച്ചിട്ട് അയാളെ ഏജൻസിയിലൂടെ വർക്ക് എടുക്കുക, അങ്ങനത്തെ കാര്യമൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. സെക്യൂർ എനി പ്രൊഫഷണൽ ബിസിനസ് ഫ്രം മീൻസ് വിച്ച് ആർ നോട്ട് അലൗഡ് ടു CS. നമ്മള് ഒരാളെ വെച്ചിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏജന്റുമാരെ വെച്ചിട്ടോ കമ്മീഷൻ ബ്രോക്കേഴ്സിനെ വെച്ചിട്ടോ ഒന്നും ബിസിനസ് പിടിക്കാൻ പാടില്ല. ബ്രോക്കറേജ് കൊടുക്കുന്നതല്ല, വേറൊരാളെ വെച്ചിട്ട് ബിസിനസ് പിടിക്കാൻ പാടില്ല. അതിന്റെ ആരൊക്കെ വെച്ചിട്ട് പിടിക്കാം? എംപ്ലോയിനെ വെച്ചിട്ടും പിടിക്കാം, പാർട്ട്ണറിലൂടെയും ബിസിനസ് പിടിക്കാം, പ്രശ്നമില്ല. സോളിസിറ്റ് ക്ലയന്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. എന്താ സോളിസിറ്റ് ക്ലയന്റ്? ആളെ ക്യാൻവാസ് ചെയ്ത് പിടിക്കുക. നമുക്ക് ക്യാൻവാസ് ചെയ്യാനുള്ള അധികാരമില്ല. ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും നമുക്കൊരു കസ്റ്റമറിനെ ക്യാൻവാസ് ചെയ്യാൻ പാടില്ല. ബട്ട് എപ്പ ചെയ്യാം? നമുക്ക് വേറൊരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയുടെ ക്ലയന്റ് ആണെങ്കിൽ നമുക്ക് പിടിക്കാം. ഓക്കെ. അതേപോലെ ടെൻഡേഴ്സും ബിഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എങ്ങനെ ചെയ്യാം? ക്യാൻവാസ് ചെയ്ത് പിടിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ എന്താ, വേറൊരു കമ്പനി സെക്രട്ടറിയുടെ ക്ലയന്റ് ആണെങ്കിൽ നമുക്ക് ക്യാൻവാസ് ചെയ്യാം. അതേപോലെ തന്നെ ടെൻഡേഴ്സോ ബിഡൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻവാസ് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത എന്താ പറയാ? അഡ്വർടൈസ്മെന്റോ ഡെസിഗ്നേഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഫഷണൽ അഡ്വർടൈസ്മെന്റ് ഒന്നും പാടില്ല. നമ്മളുടെ ഫേമിനെ അഡ്വർടൈസ് ചെയ്യാനും പാടില്ല, നമ്മളുടെ പേരിനൊപ്പം CAയോ CSO ചേർത്തിട്ട് നമ്മൾ അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ബട്ട് അവിടെയും എക്സെപ്ഷൻസ് ഉണ്ട്. എന്താണ്? എന്തെങ്കിലും ഡിഗ്രിയോ യൂണിവേഴ്സിറ്റിയോ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? നമുക്ക് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് അഡ്വർടൈസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ
റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്വർടൈസ് ചെയ്യാം. വേറെ എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്വർടൈസ് ചെയ്യാം. ഒന്നെന്താ, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ് ചെയ്യാം. സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്ത സ്ഥലങ്ങളാണെങ്കിൽ അഡ്വർടൈസ് ചെയ്യാം. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വേണമെങ്കിൽ അഡ്വർടൈസ് ചെയ്യാം. വേറെ എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന്, നമ്മളുടെ പേരിൽ വേറൊരാളും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. രണ്ട്, കമ്മീഷൻ കൊടുക്കാനോ ബ്രോക്കറേജ് കൊടുക്കാനോ പാടില്ല. കമ്മീഷൻ വാങ്ങാനോ ബ്രോക്കറേജ് വാങ്ങാനോ പാടില്ല. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഏജന്റോ മറ്റോ വെച്ചിട്ട് വർക്ക് പിടിക്കാൻ പാടില്ല. നമ്മൾ തന്നെ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഒരാളെ ക്യാൻവാസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അഡ്വർടൈസ് ചെയ്യാനും പാടില്ല. ക്ലിയർ ആണോ? ഇതിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്, ബട്ട് പൊതുവെ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ദെൻ പ്രീവിയസ് കമ്പനി സെക്രട്ടറിക്ക് അറിയിക്കാതെ ഒരു വർക്ക് നമ്മൾ അയാളുടെ ഏറ്റെടുക്കാൻ പാടില്ല. അതായത് പ്രീവിയസ് ഓഡിറ്ററെ ഇന്റിമേഷൻ ഇല്ലാതെ നമ്മൾ ഒരു വർക്ക് ഏറ്റെടുക്കരുത്. അതാണത്. അക്സെപ്റ്റിംഗ് പൊസിഷൻ ഓഫ് CS വിത്തൗട്ട് ഗിവിംഗ് പ്രിയർ ഇന്റിമേഷൻ ടു പ്രീവിയസ് CS. ഓക്കെ, അതിന് ഒരു എക്സെപ്ഷനും ഇല്ല. അതായത് നമ്മളൊരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് കമ്പനി സെക്രട്ടറിനെ ഇന്റിമേറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അതേപോലെ നമ്മളുടെ ഫീസ് പറയുന്നത് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് പറയാൻ പാടില്ല. ഒരു ഇവന്റ് നടന്നാൽ ഇത്രയെന്നും നമ്മൾ പറയാൻ പാടില്ല. എന്താണ്? പെർസെന്റേജ് വൈസിൽ നമ്മൾ ഫീസ് പറയാൻ പാടില്ല. നാളെ ഒരു ഇവന്റ് നടന്നാൽ ഇത്ര ഫീസ് വേണം എന്നും നമ്മൾ പറയാൻ പാടില്ല. ബട്ട് ICSI റെഗുലേഷൻ നിങ്ങൾക്ക് അത് അനുവദിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാൻ പാടില്ല? പെർസെന്റേജിലും പറയാൻ പാടില്ല. ഒരു ഇവന്റ് നടന്നാൽ ഇത്ര ഫീസ്, അല്ലെങ്കിൽ GST നോട്ടീസ് നാളെ വന്നില്ലെങ്കിൽ ഇത്ര ഫീസ്, വന്നാൽ ഇത്ര ഫീസ്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓക്കെ, ഇതാണ്. നോക്കിക്കോ, ശ്രദ്ധിച്ചു നോക്കിക്കോ, അത് ഉപകാരപ്പെടും. കമ്പനി സെക്രട്ടറി അല്ലാത്ത വേറൊരു ബിസിനസ്സും ചെയ്യാൻ പാടില്ല. ഓക്കെ, എൻഗേജ് ഇൻ ദ ബിസിനസ് അതർ ദാൻ ഓഫ് CS എന്നല്ല, പ്രാക്ടീസ് എന്നല്ലാതെ വേറൊരു പരിപാടിയും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ കൗൺസിൽ അനുവദിക്കണം. പിടിപാട് വേണമെന്നല്ലോ, അല്ലെങ്കിൽ പൈസ ഒക്കെ കൊടുക്കണം. ഓക്കെ, സോ എന്താണ് കമ്പനി അല്ല, CS ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു പരിപാടിയും നിങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളുടെ സിഗ്നേച്ചർ വേറൊരാളെ കൊണ്ട് ഇടിപ്പിക്കാനും പാടില്ല. ഓക്കെ, എന്താണ്? PCS allow signature on his behalf or on behalf of his firm. വേറൊരാളെ കൊണ്ട് ചെയ്യാൻ പാടില്ല. എക്സെപ്ഷൻ എന്താ? മെമ്പർ ഓഫ് ദി ICSI ആണെങ്കിൽ കുഴപ്പമില്ല, പാർട്ട്ണർ ആണെങ്കിലും കുഴപ്പമില്ല. വേറെ ആർക്കും അതിനുള്ള അനുവാദം ഇല്ല. സോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു CS ഇൻ പ്രാക്ടീസ് ആണെങ്കിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് നമുക്കുള്ളത്? ഒന്ന്, വേറൊരാളെ നമ്മളെ പേരിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കരുത്. അതിന്റെ എക്സെപ്ഷൻ നമ്മളൊരു പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, എംപ്ലോയി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഓക്കെ. രണ്ട്, കമ്മീഷനോ ബ്രോക്കറേജോ കൊടുക്കാൻ പാടില്ല. ബട്ട് ആർക്ക് കൊടുക്കാം? പാർട്ട്ണർ, റിട്ടയർഡ് പാർട്ട്ണർക്ക് കൊടുക്കാം. മെമ്പർ ഓഫ് ദ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ അതർ പ്രൊഫഷണൽ ബോഡീസിന്റെ മെമ്പേഴ്സിനും വേണമെങ്കിൽ ബ്രോക്കറേജോ കമ്മീഷനോ കൊടുക്കാം. വാങ്ങാനും പാടില്ല. അതും പ്രൊഫഷണൽ ബോഡിയും നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പറോ ആണെങ്കിൽ നമുക്ക് വാങ്ങാം. അതേപോലെ തന്നെ പാർട്ണർഷിപ്പിൽ ഏർപ്പെടാൻ പാടില്ല. ബട്ട് ആരുമായിട്ട് പറ്റും? മറ്റ് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയോ അലോ ചെയ്ത ബോഡികളുടെ മെമ്പേഴ്സിനോടോ നമുക്ക് പാർട്ണർഷിപ്പിൽ ഏർപ്പെടാം. അതേപോലെ തന്നെ നമ്മള് ക്യാൻവാസ് ചെയ്യാൻ പാടില്ല ഒരു ഏജന്റിനെ വെച്ചിട്ടോ മറ്റു കാര്യങ്ങളോ വെച്ചിട്ടോ. പക്ഷെ ആർക്ക് ക്യാൻവാസ് ചെയ്യാം? നമ്മളുടെ എംപ്ലോയിക്കോ നമ്മളുടെ പാർട്ട്ണറിനോ വേണമെങ്കിൽ ക്യാൻവാസ് ചെയ്യാം. അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ക്യാൻവാസിങ്ങിന്റെ കാര്യം നമ്മൾ ഡയറക്ട്ലി ക്യാൻവാസ് ചെയ്യാൻ പാടില്ല. ബട്ട് ആർക്ക് ചെയ്യാം? എപ്പോഴാണ് നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ക്യാൻവാസ് ചെയ്യാം? മറ്റ് CS-ന്റെ ക്ലയൻസ് ആണെങ്കിൽ ക്യാൻവാസ് ചെയ്യാം. അതേപോലെ തന്നെ ടെൻഡേഴ്സോ ബിഡ്സോ ആണെങ്കിലും നമുക്ക് ക്യാൻവാസ് ചെയ്യാം. അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. ബട്ട് എവിടെയൊക്കെ ചെയ്യാം? യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ലോ ആണെങ്കിലോ, സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്ത പ്ലേസസ് ആണെന്നുണ്ടെങ്കിലോ, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? അഡ്വർടൈസ് ചെയ്യാം. പിന്നെ
CS-ന്റെ പൊസിഷൻ ഏറ്റെടുക്കുമ്പോൾ പ്രിയർ ഇന്റിമേഷൻ കൊടുത്തിരിക്കണം മുമ്പത്തെ CS-ന്. അതേപോലെ തന്നെ പെർസെന്റേജ് വൈസിലോ ഒരു ആക്ടിവിറ്റി നടന്നാലോ ഇത്ര ഫീസ് നമുക്ക് പറയാൻ അധികാരമില്ല. ബട്ട് കൗൺസിൽ അനുവദിക്കുകയാണെങ്കിൽ പറ്റും. ദെൻ വേറെ ഒരു ബിസിനസ്സിലും എൻഗേജ് ചെയ്യാൻ പാടില്ല, അതും കൗൺസിൽ അനുവദിക്കുകയാണെങ്കിൽ പറ്റും. അതേപോലെ തന്നെ സിഗ്നേച്ചർ, നമ്മളുടെ പേരിലുള്ള സിഗ്നേച്ചർ വേറൊരാൾക്ക് ഇടാൻ പറ്റില്ല, അതും നമ്മളുടെ പാർട്ട്ണറോ വേറൊരു CS-ഓ ആണെങ്കിൽ അതും അനുവദിച്ച് തന്നിട്ടുണ്ട്. ഇത്രയുമാണ് എന്ത് മിസ്കണ്ടക്റ്റിന്റെ അല്ലെങ്കിൽ ഷെഡ്യൂൾ 1-ന്റെ പാർട്ട് 1, അതായത് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിക്കുള്ള ലിമിറ്റേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എംപ്ലോയ്മെന്റിലുള്ള കമ്പനി സെക്രട്ടറിക്കുള്ള ലിമിറ്റേഷൻസ്. അവരുടെ മിസ്കണ്ടക്ട് എന്താ? കമ്മീഷൻ കൊടുക്കുക. റെമ്യൂണറേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു പോർഷൻ കമ്മീഷനായി ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. അതാണ് ഫസ്റ്റ് മിസ്കണ്ടക്ട്. 2, കമ്മീഷൻ വാങ്ങാനും പറ്റില്ല, കൊടുക്കാനും വാങ്ങാനും കമ്മീഷൻ പറ്റില്ല. ഇതാണ് എംപ്ലോയീസിനുള്ള മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്. ഇനി മെമ്പർക്കുള്ള, അതായത് മെമ്പർ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും വിടും, പൊതുവെയുള്ള മെമ്പേഴ്സ് ഓഫ് ഐസ്. എന്താണ്? പേഴ്സൺ ഹു ഇസ് നോട്ട് എ ഫെലോ മെമ്പർ. ഫെലോ മെമ്പർ അല്ലാത്ത ഒരാള് ഞാൻ ഫെലോ മെമ്പർ ആണ് എന്ന് പറയാൻ പാടില്ല, അതും മിസ്കണ്ടക്ട് ആണ്. 2, ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ച, കൗൺസിൽ ചോദിച്ചത്, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡിസിപ്ലിൻ ചോദിച്ച, അല്ലെങ്കിൽ ക്വാളിറ്റി റിവ്യൂ ബോർഡ് ചോദിച്ച ഇൻഫർമേഷൻസ് കൊടുക്കാതിരുന്നാലും എന്താവും? അത് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ആവും. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ടോ കൗൺസിലോ ബോർഡ് ഓഫ് ഡിസിപ്ലിനോ ക്വാളിറ്റി റിവ്യൂ ബോർഡോ ചോദിച്ച ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിലും എന്താവും? അത് മിസ്കണ്ടക്ട് ആയി മാറും. ഫോൾസ് ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്, ആ ഫോൾസ് ഇൻഫോർമേഷനിലൂടെ വർക്കുകൾ കണ്ടെത്തുകയോ ടെൻഡറുകൾ നേടുകയോ ചെയ്യുകയാണെങ്കിലും എന്താണ്? മിസ്കണ്ടക്ട് ആണ്. ഇപ്പൊ കമ്പനി സെക്രട്ടറി അല്ലാത്ത ഒരാള് ഞാൻ കമ്പനി സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞിട്ട് വർക്കുകൾ എടുക്കുകയോ ടെൻഡറുകൾ നേടുകയോ ചെയ്യുകയാണെങ്കിൽ അതും എന്താണ്? പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ആണ്. ഇതൊക്കെ എല്ലാ മെമ്പേഴ്സിനും ഉള്ളതാണ്. അപ്പോ മെമ്പേഴ്സിനുള്ള മിസ്കണ്ടക്ട് എന്താണ്? 1, ഫെലോ മെമ്പർ അല്ലാത്ത ഒരാൾ ഫെലോ മെമ്പർ ആണെന്ന് പറയാ. 2, ഇൻസ്റ്റിറ്റ്യൂട്ടോ കൗൺസിലോ ഡിസിപ്ലിനറി ബോർഡോ അല്ലെങ്കിൽ ഡിസിപ്ലിനറി കമ്മിറ്റിയോ ക്വാളിറ്റി റിവ്യൂ ബോർഡോ ചോദിക്കുന്ന ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുക. ഫോൾസ് ഇൻഫോർമേഷനിലൂടെ വർക്കുകൾ കണ്ടെത്തുക അല്ലെങ്കിൽ ടെൻഡറുകൾ പിടിക്കുകയാണെങ്കിൽ അതും എന്താണ്? പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ആണ് എന്നാണ് പറയുന്നത്. ദെൻ മെമ്പേഴ്സ് ഓഫ് ICSIക്കുള്ള ഇത് സീരിയസ് മിസ്കണ്ടക്റ്റുകളാണ്. ഓക്കെ, അയാളെ ഏതെങ്കിലും ഒരു ഒഫൻസിൽ 6 മാസത്തിൽ കൂടുതൽ പണിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്? അതിന് CS-യുമായി ഒരു ബന്ധവും വേണമെന്നില്ല. ചിലപ്പോൾ ഒരു മോഷണത്തിനോ മറ്റോ കാര്യങ്ങൾക്ക് അയാളെ 6 മാസം വരെ പണിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസിൽ അയാൾ കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്? CS-നെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ആണ്. അത് നമ്മൾ വേറെ കേസിലും കുടുങ്ങാൻ പാടില്ല. 2, നമ്മുടെ പ്രൊഫഷന് ഡിസ്റെപ്യൂട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മളുടെ കയ്യിൽ നിന്നുണ്ടായാലും അതും പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ 4 പാർട്ടുകളാണുള്ളത്. 1 പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, 1 സർവീസിലിരിക്കുന്നവർക്ക്, 2 മെമ്പേഴ്സിനുള്ള ജനറൽ മിസ്കണ്ടക്ട്, സീരിയസ് മിസ്കണ്ടക്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞേ? ഇത് വേറെ, ഇത് ഷെഡ്യൂൾ 2 ആണ്. ഞാൻ ഷെഡ്യൂൾ 1 ആയി വീണു. എന്തിനു മറച്ചു നോക്കണ്? 2 ഷെഡ്യൂളുള്ളൂ. അത് വേറെയാണ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഷെഡ്യൂളിന്റെ കേസുകൾ ആർക്കാ പോവാ, സെക്കൻഡ് ഷെഡ്യൂളിന്റെ കേസുകൾ ആർക്കാ പോവാ. നമ്മളുടെ പേര് ഉപയോഗിച്ച് വേറൊരാളെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കരുത്. ബട്ട് ആരൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കാം? ബ്ലൂബെറി നമ്മളൊരു ഫേമിൽ എംപ്ലോയി ആയി വർക്ക് ചെയ്യുകയാണെങ്കിൽ 2. രണ്ടാമത് പറയുന്നത്
കമ്മീഷൻ വാങ്ങാൻ പറ്റും, കൊടുക്കുക, ആരും കൊടുക്കല്. ആ അത് എക്സെപ്റ്റ് പിന്നെ പാർട്ട്ണർക്ക് കൊടുക്കാം, റിട്ടയർഡ് പാർട്ട്ണർക്ക് കൊടുക്കാം, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മെമ്പർക്ക് കൊടുക്കാം, വേറൊരു പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർക്കും കൊടുക്കാം. കൊടുക്കാനും പറ്റില്ല, വാങ്ങാനും പറ്റില്ല. ആർക്കൊക്കെ വാങ്ങാം, ആരുടെ അടുത്തൊക്കെ വാങ്ങാം? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മെമ്പറുടെ അടുത്തും വാങ്ങാം, വേറെ പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പറിൽ നിന്നും വാങ്ങാം. പിന്നെ വർക്ക് സോളിസിറ്റ് ചെയ്യാൻ അല്ല, പാർട്ട്ണർ ആവാൻ പാടില്ല. CS വേറെ ആൾക്കും പാർട്ട്ണർ ആവാൻ പാടില്ല. അതിന്റെ എക്സെപ്ഷൻ ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പർ, അതർ റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർ. പിന്നെ സോളിസിറ്റ് ത്രൂ അൺഫെയർ മീൻസിലൂടെ സോളിസിറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് അത് ഉദ്ദേശിച്ചത്. പിന്നെ അടുത്തത് പറയണത് ക്യാൻവാസ് ചെയ്യാൻ പാടില്ല, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി സോളിസിറ്റ് ചെയ്യാൻ പാടില്ല. സോളിസിറ്റ് ചെയ്യാം വേറൊരു കമ്പനി സെക്രട്ടറിയുടെ ക്ലയന്റ് ആണെങ്കിലോ ടെൻഡറോ ബിഡോ ആണെങ്കിലോ. പിന്നെ അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. ചെയ്യാം എവിടെ? റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയോ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്ലേസസോ, അതും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ആണെങ്കിൽ. പിന്നെ ഒരു വർക്ക് തെരഞ്ഞെടുക്കുമ്പോൾ മുമ്പത്തെ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിക്ക് ഇന്റിമേഷൻ കൊടുക്കണം, അതിന് എക്സെപ്ഷൻ ഇല്ല. പിന്നെ വേറെ ഒരു ബിസിനസ് നടത്താൻ പാടില്ല, കൗൺസിൽ അനുവദിച്ചാൽ നടത്താം. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ വേറെ ആൾക്കും ഇടാൻ പാടില്ല, അതും ചെയ്യാം. സ്വന്തം പാർട്ട്ണറോ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വേറൊരു മെമ്പറോ ആണെങ്കിൽ. പിന്നെ കൊടുക്കാനോ വാങ്ങാനോ പാടില്ല. എന്ത് കൊടുക്കാനോ വാങ്ങാനോ കമ്മീഷൻ വാങ്ങാനും പാടില്ല. അടുത്തത് 3 മെമ്പേഴ്സ് ഓഫ് ICSI ജനറൽ ആയിട്ടുള്ള മിസ്കണ്ടക്റ്റും സീരിയസ് മിസ്കണ്ടക്റ്റും ഉണ്ടായിരുന്നു. ആണ് എന്ന് പറഞ്ഞ് വർക്ക് എടുക്കുക. പിന്നെ ഡിസിപ്ലിനറി കമ്മിറ്റിയോ കൗൺസിലോ ക്വാളിറ്റി റിവ്യൂ ബോർഡൊക്കെ ചോദിക്കുന്ന ഇൻഫോർമേഷൻ കൊടുക്കാതിരിക്കുക. 3 അത് കഴിഞ്ഞു. 3 CS അല്ലാതെ CS ആണ് എന്ന് പറഞ്ഞ വർക്കുകൾ എടുക്കുക, ടെൻഡറുകൾ വിജയിക്കുക. പ്രൊഫഷണൽ ഡിസ്റെപ്യൂട്ട് കൊണ്ടുവരിക. 6 മാസം വരെയുള്ള ഏതെങ്കിലും ഒരു തടവുള്ള ഏതെങ്കിലും ഒരു കേസിൽ നമ്മള് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ഫസ്റ്റ് ഷെഡ്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ നമുക്ക് ഇവിടെ നിർത്താം.